ടൂറിസം വകുപ്പിന്റെ യോഗത്തിൽ മദ്യനയം ചർച്ചയായെന്ന വാർത്ത തള്ളി ടൂറിസം ഡയറക്ടർ. യോഗം വിളിച്ചത് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല, ഡയറക്ടറുടെ തലത്തിൽ ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാനാണ് യോഗം ചേർന്നതെന്ന വിശദീകരണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, ഇത് മന്ത്രിതലത്തിൽ വിളിച്ച ഒരു ചർച്ചയല്ല, ഇത് ടൂറിസം ഡയറക്ടർ വിളിച്ച ഒരു ചർച്ചയാണ്. ഇൻഡസ്ട്രി കണക്റ്റിന്റെ ഭാഗമായി 7 സംഘടനകൾ, കേരള ട്രാവൽ മാർട്ട് ഉൾപ്പെടെയുള്ള 7 സംഘടനകൾ, അതിലൊന്ന് മാത്രമാണ് ചില ബാർ ഹോട്ടലിൽ ഉടമകളും അതിലുണ്ടായിരുന്നു എന്നത്. എന്താണ് ഈ വിശദീകരണത്തിൽ പറയുന്നത്? ക്രിസ്ത്യൻ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഇക്കാര്യത്തിൽ ഇന്ന് വന്ന പുതിയ വിവരം, അത് ഈ അനിമോന്റെ ശബ്ദരേഖ വന്നതിന് പിന്നാലെ മന്ത്രി എം പി രാജേഷ് നടത്തിയത് മദ്യനയം ചർച്ച ചെയ്യാൻ ഒരു യോഗം നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അത് തള്ളുന്ന രീതിയിൽ, അതിൽ അത് നുണയാണെന്ന് നമുക്ക് വ്യക്തമാകുന്ന രീതിയിലേക്ക് ചില മെയിലിന്റെ സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ബാർ ഹോട്ടൽ ഉടമകളടക്കം പങ്കെടുത്തൊരു യോഗത്തിന് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. യോഗം വിളിച്ചത് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല, ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടറുടെ തലത്തിൽ യോഗങ്ങൾ ചേരും, അത്തരത്തിലുള്ള യോഗം മാത്രമാണ് ചേർന്നതെന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടൂറിസം ഡയറക്ടർ വിശദീകരിക്കുന്നത്. യോഗം ചേർന്നത് ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല, സംഘടനകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു യോഗം. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും ഹൗസ് ബോട്ട് അസോസിയേഷനും അടക്കം 7ഓളം സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു. മറ്റു വകുപ്പുകളിൽ കൈകടത്തുന്നുവെന്ന ആരോപണം തെറ്റാണെന്നും ഏതെങ്കിലും തരത്തിൽ നയപരമായ തീരുമാനങ്ങളെക്കുറിച്ചുള്ള ചർച്ച ആ യോഗത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി ടൂറിസം ഡയറക്ടർ വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്tina. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.